പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി റബ്ബർ ബോർഡ് കവലയ്ക്ക് സമീപത്താണ്. ഇവിടെ നമ്മുടെ ചെമ്പോലത്തെ വീടിന്റെ അവരുടെ മതിലെല്ലാം ഇടിച്ചു കളഞ്ഞൊരു വാഗണാർ നിയന്ത്രണം വിട്ടുപോയതാണെന്ന് തോന്നുന്നു. എല്ലാം ഇടിച്ച് വണ്ടി മുഴുവൻ ഫുൾ ഡാമേജ് ആണ്. നമുക്കതിന്റെ ദൃശ്യങ്ങളൊന്ന് കാണാം. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി നിയന്ത്രണം വിട്ട് മതിലിടിച്ചു താർന്ന് പോയ വാഗണാറാണ്. KL20 നെയ്യാറ്റിൻകര രജിസ്ട്രേഷനാണ് വണ്ടി കാണിച്ചത്. പക്ഷേ മല്ലപ്പള്ളിയിലാണ്. രണ്ടാമത് സെക്കൻഡ് ഓണറാണ്. അത് ജേക്കബ് എന്ന ആളുടെ പേരിലാണ് രജിസ്ട്രേഷൻ കാണിക്കുന്നത്. ഉറങ്ങിപ്പോയതാണെന്ന് തോന്നുന്നു. ഏതായാലും വാഹനയാത്രക്കാർക്ക് പരിക്കുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അവിടെ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്ത് നല്ല പരിക്കാണ്. ബാക്കി അകത്തോട്ട് അങ്ങനെ വലിയ ഡാമേജ് ഒന്നും കാണുന്നില്ല. നല്ല സ്പീഡിലാണ് വണ്ടി വന്നെന്ന് തോന്നുന്നു. കാരണം ഈ മതിലിൻ്റെ ഹോളോ ബ്രിക്സ് ഒക്കെ ഒരുപാട് ദൂരം വരെ ചെതറിപ്പോയിട്ടുണ്ട്. വണ്ടിയുടെ മുൻവശം പൂർണ്ണമായും തകർന്ന നിലയിൽ തന്നെയാണ്. സാധാരണ മെയിൻ റോഡിൽ പോകുന്നവരാരും ഇങ്ങനൊരു ആക്സിഡൻറ്റ് ഇങ്ങനെ വണ്ടി കയറി കിടക്കുന്നത് ആരും ശ്രദ്ധിച്ചിട്ടില്ല. കാരണം നേരമ്പളത്തെ ഇത്ര സമയമായിട്ടും ആരും ഇത് അറിഞ്ഞിട്ടില്ല. ഇപ്പം ഇവിടെ ഒരു റബ്ബറിൻ്റെ ഫാക്ടറിയാണ്. അവിടെ അന്യസംസ്ഥാനക്കാരാണ്. അവരോട് ചോദിച്ചപ്പോൾ അവർ വെളുപ്പിനെ 3 മണിക്ക് ആക്സിഡൻറ്റ് നടന്നെന്ന് മാത്രമേ അറിയത്തുള്ളൂ. അവർക്കും വേറെ ഡീറ്റെയിൽ ഒന്നും അവർക്കും അറിയത്തില്ല. ഇവിടുത്തുകാരാണെന്നോ ഒന്നും ആൾക്ക് പരിക്കുണ്ടോ കാര്യങ്ങളൊന്നും അറിയത്തില്ല. വാഹനത്തിൻ്റെ അകത്ത് കിടക്കുന്ന പേപ്പറൊക്കെ പഞ്ചായത്ത് ഭരണസമിതിയിലെ അംഗങ്ങളുടെ ഡീറ്റെയിലൊക്കെയാണ് കൂടുതൽ. പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിലൊക്കെയാണ് കിടക്കുന്നത്. എഴുമറ്റൂർ, മല്ലപ്പള്ളി അതൊക്കെ ആ ഭാഗത്തെ ഡീറ്റെയിലാണ്. മുൻവശം പൂർണ്ണമായും തകർന്ന നിലയിൽ തന്നെയാണ്. കോട്ടയത്തുനിന്ന് വന്ന വഴിക്കാണ്. ആ വളവിൻ്റെ അവിടെ നിന്ന് നേരെ വാഹനം പോരുമായിരുന്നു മതിലിടിച്ച് തകർന്ന്. ലോട്ടറി ഒക്കെയാണ് നടക്കുന്നത്.